ഇന്ന് അർദ്ധരാത്രിക്കകം ഹോങ്കോങ് ഭരണ നേതാവ് ലീങ് ചുൻയിങ് രാജിവെക്കണം എന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അല്ലാത്തപക്ഷം സർക്കാർ മന്ദിരങ്ങൾ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോങ്കോങ്ങിന് സമ്പൂർണ്ണ സ്വയംഭരണാവകാശം നൽകണമെന്ന് പ്രക്ഷോഭകർ ആവർത്തിച്ചു. ഹോങ്കോങ്ങിലെ പൊതുജനാഭിപ്രായം പരിഗണിക്കണമെന്ന് യുഎസ് സെക്രട്ടറി ജോൺ കെറിയും ആവശ്യപ്പെട്ടു. Universal suffrage in Hong Kong according with the basic law, and we believe an open society with the highest possible degree of autonomy and governed by rule of law is essential for Hong Kong's stability and prosperity. എന്നാൽ ഹോങ്കോങ്ങിലെ പ്രശ്നം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും എല്ലാ രാജ്യങ്ങളും ചൈനയുടെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നും ചൈന വിദേശകാര്യമന്ത്രി വാങ് യി വ്യക്തമാക്കി. ചൈനയുടെ 65ാം ദേശീയ ദിനമായ ഇന്നലെ ഹോങ്കോങ്ങിലെ പ്രധാന കാര്യാലയത്തിന് മുന്നിൽ 10,000-കണക്കിന് പ്രക്ഷോഭകരാണ് ഒത്തുകൂടിയത്. നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കുചേരുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ലീങ് ചുൻയിങ്ങിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് 10,000-ങ്ങൾ സമരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.